2022 ജൂൺ മാസം 3 മൗണ്ടാന, അമേരിക്ക. മൗണ്ടാനയിലെ ട്രായ് എന്ന സ്ഥലം മലനിരകൾ, നദികൾ, കുളങ്ങൾ, കാടുകൾ ഇവയാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു പട്ടണമായിരുന്നു. ചെറിയ പട്ടണമായതിനാൽ അവിടെ 880 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് വെബ് എന്നൊരാൾ ഭാര്യയും 2 കുട്ടികളുമായി സന്തോഷത്തോടുകൂടി താമസിക്കുന്നു. എന്നാൽ അന്നത്തെ ദിവസം തൻ്റെ ജീവിതത്തിലെ വളരെ ക്രൂരമായ ഒരു ദിവസമാകുമെന്ന് അദ്ദേഹം കരുതിയിരിക്കില്ല. കാരണം അദ്ദേഹം എപ്പോഴും തൻ്റെ ഒഴിവ് സമയം കുട്ടികളോടൊപ്പം ചിലവഴിക്കും. അങ്ങനെ അന്നത്തെ ദിവസവും തൻ്റെ 3 വയസ്സുള്ള മകൻ റേക്കറുമായും വീട്ടിൽ വളർത്തുന്ന നായിയുമായും വീടിന് മുന്നിൽ നിന്ന് പന്ത് കളിക്കുകയായിരുന്നു. സമയം ഏകദേശം ഉച്ചയ്ക്ക് 2:53. വെബ് തൻ്റെ മകനോട് കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എന്തോ എടുക്കാനായി വീടിനുള്ളിലേക്ക് പോയി. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അദ്ദേഹം പുറത്തേക്ക് വന്നു. പക്ഷെ പുറത്തു വന്നപ്പോൾ 3 വയസ്സുള്ള മകൻ റേക്കർ വീടിന് മുന്നിലില്ല. ഇക്കാരണത്താൽ ഞെട്ടിപ്പോയ വെബ്, മകൻ ഇവിടെ കളിച്ചുകൊണ്ടല്ലേ നിന്നത്, പെട്ടെന്ന് അവൻ എവിടെ പോയി? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഉറക്കെ പേര് വിളിച്ച് വീടിന് ചുറ്റും തിരയാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിൻ്റെ നായ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നായ മാത്രം അവിടെ തനിച്ചു നിൽക്കുന്നത് കണ്ട വെബ് ദേഷ്യത്തോടെ നായയോട് ചോദിച്ചു, റേക്കർ എവിടെ പോയി എന്ന്. പക്ഷേ ഒരു പ്രതികരണവും നൽകാതെ നായയും നിശബ്ദനായി നിന്നു. ഒരു പക്ഷേ അവൻ വീടിനുള്ളിലേക്ക് പോയിട്ടുണ്ടാകുമോ എന്ന് കരുതി വെബ് വീടിനുള്ളിലേക്ക് കയറി. അപ്പോൾ വീടിനുള്ളിലുണ്ടായിരുന്ന ഭാര്യ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പക്ഷെ അദ്ദേഹം മറുപടി ഒന്നും പറയാതെ ഓരോ മുറികളായി തുറന്ന് റേക്കർ എന്ന് വിളിച്ച് തിരഞ്ഞുകൊണ്ടിരുന്നു. ഇത് കണ്ട് ഭാര്യ ഞെട്ടിപ്പോയി. അവളുടെ ഹൃദയമിടിപ്പ് ഉയരാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് കരയാൻ തുടങ്ങി. റേക്കർ പുറത്ത് നിങ്ങളോടൊപ്പം കളിച്ചുകൊണ്ടല്ലേ നിന്നത്, അവൻ വീടിനുള്ളിൽ വന്നിട്ടേ ഇല്ല എന്ന് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി. ഇത് കേട്ട വെബിനും ശരീരം മുഴുവനും വിയർക്കാൻ തുടങ്ങി. ആ സമയത്ത് വെബിന്റെ മറ്റൊരു മകൻ സ്കൂളിൽ നിന്നും വന്നു. അവന്റെ സഹോദരനായ റേക്കറിനെ കാണാനില്ല എന്ന് കേട്ട് അവനും കരയാൻ തുടങ്ങി. ഇപ്പോൾ റേക്കറിനെ വീടിനകത്തും പുറത്തും എവിടെയും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. മുൻവശത്തെ ഗേറ്റ് ഇപ്പോഴും പൂട്ടിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ വീടിന് പിൻവശത്തുള്ള കാട്ടിലേക്ക് പോയിട്ടുണ്ടാകണം. അങ്ങനെ അവൻ്റെ മാതാപിതാക്കൾ 2 പേരും അവൻ്റെ പേര് വിളിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയി. അവരുടെ നിലവിളി സമീപത്തുള്ള അയൽക്കാരും കേട്ടു. ഇതേക്കുറിച്ച് അറിഞ്ഞ ശേഷം അവരും അവരോടൊപ്പം ചേർന്ന് തിരയാൻ തുടങ്ങി. ഒരു അയൽക്കാരൻ ഇത് പോലീസിനെ അറിയിച്ചു. ഇതിന് ശേഷം നടന്ന സംഭവങ്ങൾ തീർച്ചയായും ആരെക്കൊണ്ടും ഒരല്പം പോലും വിശ്വസിക്കാൻ സാധിക്കില്ല. അമേരിക്കയിൽ 2 വർഷത്തിന് മുൻപ് ഇൻസ്റ്റ, ടിക്ടോക്ക്, യൂട്യൂബ് ഇങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയയിലും വൈറലായ മുഴുവൻ അമേരിക്കക്കാരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കേസ്. കേൾക്കുമ്പോൾ ഒരുപക്ഷെ വ്യാജമാണ്, കഥയാണ് എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. സമയം വൈകുന്നേരം 5 മണിയോടടുത്തു. റേക്കർ കാണാതായി. കൃത്യം 2 മണിക്കൂർ കഴിഞ്ഞ് പോലീസ് അവിടെ എത്തി. അങ്ങനെ വന്ന അവർ മണം പിടിക്കുന്ന നായ്ക്കളെ വീടിന് പിന്നിലെ കാട്ടിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ പോലീസിനൊപ്പം ചിലർ തിരച്ചിൽ നടത്താനായി സന്നദ്ധരായി മുന്നോട്ട് വന്നു. ഏകദേശം 50 പേരോളം തിരച്ചിൽ സംഘത്തിൽ ചേർന്നു. മറ്റൊരു സംഘം ഡ്രോണുകൾ പറത്തി അന്വേഷിച്ചു. റേക്കർ അന്ന് പച്ച വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. അങ്ങനെ ഒരു നിറം എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഡിസ്പ്ലേയിൽ പരിശോധിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഡ്രോണുകൾ മാത്രമല്ല, അവർ ഒരു ഹെലികോപ്റ്ററും കൊണ്ടുവന്ന് തിരച്ചിൽ ആരംഭിച്ചു. ആരെങ്കിലും റേക്കറെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ആംബർ അലേർട്ട് പോലെ അവർ എല്ലാ മൊബൈലുകളിലേക്കും ഒരു റെഡ് അലേർട്ട് അയച്ചു. ആംബർ അലേർട്ട് എന്താണ് എന്നറിയാത്തവർക്ക് മുകളിൽ കാർട്ടിൽ ഞാനൊരു ലിങ്ക് തരാം, അത് പരിശോധിച്ച് നോക്കുക. കൂടാതെ റേക്കറിൻ്റെ ഫോട്ടോ, അവൻ കാണാതായപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം, ഇങ്ങനെ എല്ലാ വിവരങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ തുടങ്ങി. ഇത് ഒരു സെൻസേഷണൽ വാർത്തയായി മാറാൻ തുടങ്ങി. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് റേക്കറെ കണ്ടെത്താനായി അവർക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തു. ഇതുപോലെ എല്ലാം നന്നായി പോയിക്കൊണ്ടിരുന്നു. പക്ഷെ അപ്പോഴാണ് പ്രകൃതി അതിൻ്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയത്. ആകാശം ഇരുണ്ട് തുടങ്ങി. കനത്ത ഇടിമിന്നൽ ഉണ്ടാകാൻ തുടങ്ങി. അടുത്ത കുറച്ച് മിനിറ്റിൽ മഴയും പെയ്യാൻ തുടങ്ങി. ഉടൻ തന്നെ ഹെലികോപ്റ്റർ ഓടിച്ചിരുന്ന പൈലറ്റിന് ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യണം എന്നുള്ള ഒരു ഉത്തരവ് ലഭിച്ചു. അങ്ങനെ കാടിനുള്ളിൽ തിരയാൻ പോയി എല്ലാവരും തിരിച്ചെത്തി. കാരണം അടുത്ത കുറച്ച് മിനിറ്റിൽ വെറും മഴ മാത്രം അല്ല, വലിയ കൊടുങ്കാറ്റോടു കൂടിയ മഴ പെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. അങ്ങനെ കൃത്യം 7 മണിയോടുകൂടി പറഞ്ഞതുപോലെ കനത്ത കൊടുങ്കാറ്റും മഴയും വന്നു. എങ്കിൽ പോലും ആ കൊടുങ്കാറ്റിലും പോലീസ് തിരച്ചിൽ തുടർന്നു. പക്ഷെ രാവിലെ വരെ അത്ര കഠിനമായി തിരഞ്ഞിട്ടും അവർക്ക് റേക്കറിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ റേക്കറെ കാണാതായതിന്റെ പിറ്റേന്ന് ഇതുവരെയും തിരച്ചിൽ സംഘം 2 കിലോമീറ്റർ വരെ തിരഞ്ഞു. ഇതുവരെയും പോലീസ് തിരഞ്ഞുകൊണ്ടിരുന്നത് സാധാരണ ഒരു വനത്തിലായിരുന്നു.
പക്ഷെ ഇപ്പോൾ അവർ കാട്ടുമൃഗങ്ങളുള്ള ഒരു ഇരുണ്ട വനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ അവർ അകത്ത് കിടന്നപ്പോൾ ഒരു മൃഗം മറ്റൊരു മൃഗത്തെ വേട്ടയാടിയിട്ടിരിക്കുന്നത് അവർ കണ്ടു. അവിടെ മുതൽ അവർ തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ കുറച്ച് മിനിറ്റിൽ വീണ്ടും ആ കാട് ഇരുട്ടാകാൻ തുടങ്ങി. പോലീസ് ആ കാടിനുള്ളിൽ ഒരു ക്യാമ്പ് ഫയർ സ്ഥാപിച്ച് അല്പം വിശ്രമിച്ചു. ചെന്നായ്ക്കളുടെയും പ്രാണികളുടെയും പക്ഷികളുടെയും ശബ്ദം ആ കാട് മുഴുവനും നിറഞ്ഞു നിന്നു. ആ കാട് മുഴുവനും ഒരു ഭീകരതയായി മാറി. അപ്പോഴാണ് അവർക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. കാട്ടുമൃഗങ്ങൾ കാരണം റേക്കർ അപകടത്തിലാണ് എന്ന് ചിന്തിച്ചാലും റേക്കർ ഒരുപക്ഷെ ആ മൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് സുരക്ഷിതനാണെങ്കിൽ പോലും തണുപ്പാണ് അവിടെ മറ്റൊരു അപകടകരമായ കാര്യം. അതെ, ആ പ്രദേശത്ത് രാത്രി തണുപ്പ് 15 ഡിഗ്രി ആയിരിക്കും. ആ തണുത്തുറഞ്ഞ തണുപ്പിൽ റേക്കറിന് ഹൈപ്പോതെർമിയ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ആ തണുപ്പിലും അവൻ സുരക്ഷിതനാണെങ്കിൽ പോലും മറ്റൊരു അപകടകരമായ കാര്യം വിശപ്പാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് തന്നെ ഒരു ദിവസം മുഴുവനും വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്തില്ലെങ്കിൽ ആ ദിവസം തന്നെ വളരെ മോശമായിരിക്കും. അപ്പോൾ റേക്കർ അവൻ 3 വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ കുട്ടി. കൂടാതെ പോലീസ് 3 കിലോമീറ്റർ വരെ തിരഞ്ഞു. അതുവരെയും റേക്കറിനെ കണ്ടെത്താനും സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ഇതും കടന്ന് വീണ്ടും മുന്നോട്ട് പോയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്റ്റാമിന എല്ലാം നഷ്ടപ്പെട്ടിരിക്കണം. അവന് ദാഹിച്ചിട്ടുണ്ടാകണം, വിശന്നിട്ടുണ്ടാകണം. ഒരു പക്ഷേ അവൻ അബോധാവസ്ഥയിലാകാനുള്ള സാധ്യത വരെ ഉണ്ട് എന്ന് പോലീസും റേക്കറിന്റെ മാതാപിതാക്കളുമെല്ലാം ചിന്തിച്ച് അസ്വസ്ഥരാകാൻ തുടങ്ങി. തൻ്റെ മകൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഓരോ നിമിഷവും ആ മാതാപിതാക്കൾക്ക് നരകമായി മാറുകയായിരുന്നു. ആ ഒരു സമയത്ത് അവരുടെ അയൽക്കാരായിരുന്നു അവർക്ക് ആശ്വാസം പകർന്നത്. ഇപ്പോൾ റേക്കറിന്റെ വീട്ടിൽ നിന്നും 4 കിലോമീറ്റർ അകലെയുള്ള വനത്തിനുള്ളിൽ ഒരു വീടുണ്ട്. ആ വീടിനുള്ളിൽ ഒരു ദമ്പതികൾ താമസിച്ചിരുന്നു. റേക്കറിനെ കാണാതായി 2 ദിവസത്തിന് ശേഷം, അതായത് ജൂൺ മാസം 6-ാം തീയതി വൈകുന്നേരം ആ വീട്ടിലെ സ്ത്രീ ജനറേറ്റർ ഓൺ ആക്കാനായി തൊട്ടപ്പുറത്തുള്ള ഷെഡിലേക്ക് നടന്നുപോയി. അവരങ്ങനെ പോകുമ്പോൾ ഷെഡിൽ നിന്നും വളരെ വിചിത്രമായ ഒരു ശബ്ദം കേട്ടു. അത് ഒരു മൃഗമായിരിക്കാം എന്നവൾ കരുതി. അങ്ങനെ അവൾ ഭയന്നുകൊണ്ട് മടിയോടുകൂടി ആ ഷെഡിലേക്ക് എത്തി നോക്കി. ഇപ്പോൾ അവൾ അകത്ത് എന്തോ ഒന്ന് നീങ്ങുന്നത് കണ്ടു. ഇത് കണ്ട് ഭയന്ന അവൾ പെട്ടെന്ന് ചുറ്റും നോക്കി. എന്നിട്ട് താഴെയുണ്ടായിരുന്ന ഒരു വലിയ വടി കയ്യിലെടുത്ത് അകത്തേക്ക് പോയി നോക്കിയപ്പോൾ അവൾ കണ്ട കാഴ്ചയിൽ അവൾ അങ്ങനെ ഞെട്ടി മരവിച്ച് നിന്നു. അതെ, നിങ്ങൾ ഊഹിച്ചത് ശരി തന്നെയാണ്. അത് മറ്റാരുമല്ല, 3 വയസ്സുള്ള റേക്കർ ആയിരുന്നു. ഉടൻ തന്നെ ഇക്കാര്യം പോലീസിനെ അറിയിച്ചു. പോലീസ് അവിടെ എത്തി. റേക്കറെ കണ്ടപ്പോൾ തന്നെ അവർ അവനെ ആംബുലൻസിൽ കൊണ്ടുപോയി ഭക്ഷണവും വെള്ളവും നൽകി. പക്ഷെ റേക്കർ പറഞ്ഞത് എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് ദാഹിക്കുന്നില്ല എന്ന്. ഇത് ശ്രദ്ധിച്ച പോലീസും മാതാപിതാക്കളും വളരെ അത്ഭുതപ്പെട്ടു. അതിനാൽ അവർ അവനോട് ചോദിച്ചു, നീ തനിച്ചാണോ ഇവിടെ വന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ കിഡ്നാപ്പ് ചെയ്തോ എന്ന്. അതിനവൻ പറഞ്ഞത്, ഇല്ല, ഞാൻ തനിച്ചാണ് നടന്നു വന്നത്, ആരും എന്നെ കിഡ്നാപ്പ് ചെയ്തില്ല എന്ന്. കൃത്യം ആ സമയത്ത് മാധ്യമങ്ങൾ അവനെ ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അവൻ എന്തോ ഒന്ന് കണ്ട് ഭയന്നിരുന്നു. പിന്നീട് ഈ ഒരു ഫോട്ടോയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ തുടങ്ങിയത്. ഇത് കണ്ട ആളുകൾ റേക്കറിനെ കണ്ടെത്തിയതിൽ സന്തോഷിക്കാൻ തുടങ്ങി. പക്ഷേ ആ ഫോട്ടോ കണ്ട മറ്റൊരു കൂട്ടർ അവൻ്റെ വസ്ത്രമായിരുന്നു ശ്രദ്ധിച്ചത്. അവൻ കാണാതായപ്പോൾ ഒരു പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരുന്നു എന്നല്ലേ അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് നീല നിറത്തിലുള്ള വസ്ത്രമായത്? ഈ വസ്ത്രം എങ്ങനെ മാറി എന്നുള്ള പല ചോദ്യം ഉന്നയിച്ചു. അതോടൊപ്പം അവൻ കാട്ടിൽ 2 ദിവസം ഒറ്റയ്ക്ക് എങ്ങനെ അതിജീവിച്ചു? 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും? ആദ്യം അവൻ എങ്ങനെയാണ് 4 കിലോമീറ്റർ നടന്നു പോയത്? അവനെ കാണാതായ ദിവസം അത്ര വലിയ കൊടുങ്കാറ്റും മഴയും ഉണ്ടായി. അപ്പോൾ അവൻ എന്താണ് ചെയ്തത്? അവൻ എവിടെയായിരുന്നു? ആ ദിവസം അവൻ എന്ത് സംഭവിച്ചു? ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഈ ചോദ്യങ്ങൾക്കെല്ലാം ആളുകൾ ഇന്റർനെറ്റിൽ പല തിയറികളും പറയാൻ തുടങ്ങി. ആദ്യം റേക്കർ എങ്ങനെ ഇത്രയും ദൂരം നടന്നുപോയി എന്ന ചോദ്യത്തിനുള്ള ഒരു തിയറി പറയുന്നുണ്ട്. ഒരു പക്ഷേ അവനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ കിഡ്നാപ്പ് ചെയ്തയാൾ ഫോണിൽ റേക്കറിനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ള ഒരു അലേർട്ട് കണ്ട് ഭയന്നിട്ടുണ്ടാകാം. അതേ ദിവസം കൊടുങ്കാറ്റുണ്ടായതിനാൽ ആ വ്യക്തി അവനെ ഷെഡിൽ ഉപേക്ഷിച്ചിട്ട് എവിടെയെങ്കിലും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാകാം. കൂടാതെ ഇത് പുറത്ത് പറയുകയാണെങ്കിൽ നിന്നെ കൊല്ലും എന്ന് അവൻ ആ 3 വയസ്സുകാരനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ട് റേക്കർ ഭയന്നു പോയിട്ടുണ്ടാകാം. ഇതാരോടും പറഞ്ഞില്ല എന്നുമുള്ള തിയറി പറയുന്നു. യഥാർത്ഥത്തിൽ ഈ തിയറി തെളിയിക്കുന്നത് പോലെ ഇത് സംഭവിച്ച 1 വർഷത്തിന് ശേഷം, അതായത് റേക്കറിന് 4 വയസ്സുള്ളപ്പോൾ, ഒരു ദിവസം റേക്കറിന്റെ സഹോദരൻ അവനോട്, റേക്കർ, അന്നത്തെ ദിവസം നിന്റെ കൂടെ ആ മുറിയിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഇങ്ങനെ ചോദിച്ചു. ഇത് ചോദിക്കുന്ന സമയം അവനത് ഫോണിൽ റെക്കോർഡും ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് റേക്കർ അതെ എന്ന് മറുപടി പറഞ്ഞു.
ഇപ്പോൾ റേക്കറിന്റെ സഹോദരൻ ഈ വീഡിയോ ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ ഉടൻ തന്നെ വൈറലാകാൻ തുടങ്ങി. അങ്ങനെ ഈ വീഡിയോ റേക്കറിനെ ആരോ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന് പറയാൻ വീണ്ടും ഒരു കാരണമായി മാറി. അടുത്തത്, റേക്കറെ കണ്ടെത്തിയപ്പോൾ അവന് വിശപ്പോ ദാഹമോ ഉണ്ടായിരുന്നില്ല. 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് 2.5 ദിവസം ഭക്ഷണം കഴിക്കാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും? അതിനിടയിൽ അവൻ 4 കിലോമീറ്റർ നടന്നു. ഏറ്റവും പ്രധാനമായി കാണാതാകുന്നതിന് മുൻപുള്ള ഫോട്ടോ, അവനെ കണ്ടെത്തിയതിന് ശേഷമുള്ള ഫോട്ടോ, ഈ 2 ഫോട്ടോയും താരതമ്യം ചെയ്തിട്ട് സത്യത്തിൽ കണ്ടെത്തിയ കുട്ടി റേക്കർ അല്ല എന്ന് വരെ പറഞ്ഞു. ഇത് മറ്റേതോ കുട്ടിയാണ്. ഫോട്ടോ നന്നായി പരിശോധിക്കണമെന്നൊക്കെ ആവശ്യപ്പെടാൻ തുടങ്ങി. എന്നാൽ അതിനുള്ള ഉത്തരം അതേ ഫോട്ടോയിൽ തന്നെ ഉണ്ട്. അതെ, റേക്കറിന് വളരെ വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ്റെ മുഖം ഗണ്യമായി തന്നെ മാറി. പോലീസ് അവനെ കണ്ടെത്തിയപ്പോൾ അവൻ സാധാരണ ഒരവസ്ഥയിലേ ആയിരുന്നില്ല. അവൻ വളരെ ഭയന്നിരുന്നു. അതുകൊണ്ടാണ് അവർ വെള്ളം വേണോ ഭക്ഷണം വേണമോ എന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അവൻ വളരെ നിശബ്ദനായിരുന്നത്. പക്ഷെ അന്ന് അവന് വളരെ വിശപ്പുണ്ടായിരുന്നു എന്നും പറയുന്നു. ഇങ്ങനെ ധാരാളം തിയറികളായിരുന്നു ഇന്റർനെറ്റിൽ വന്നത്. ശരി, റേക്കർ കാണാതായ ദിവസം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, അവൻ്റെ അച്ഛൻ അകത്തേക്ക് പോയപ്പോൾ അവൻ പ്രാണികളെ പിടിച്ച് കളിക്കാനായി കാട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. കാരണം ഇതിന് മുൻപ് അവൻ ആ വഴി പോയിട്ടുണ്ട്, പ്രാണികളെ പിടിച്ച് കളിച്ചിട്ടുണ്ട്. അങ്ങനെ കളിച്ചതിന് ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവനത് വളരെ പരിചയമായൊരു സ്ഥലമായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസവും അവൻ കളിക്കാനായി പോയപ്പോൾ കൂടെ ആ നായയും അവനെ പിന്തുടർന്നു പോയി. പക്ഷെ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവന് വഴിതെറ്റി നടക്കാൻ തുടങ്ങി. അങ്ങനെ നായ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് മടങ്ങി. ഇപ്പോൾ വീട്ടിലേക്ക് എങ്ങനെ പോകണം എന്നറിയാതെ അവൻ മുൻപിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഇടിമുഴക്കമുണ്ടായി. ആ ശബ്ദം കേട്ട് അവൻ ഭയന്നുപോയി. ഒളിക്കാനായി ഒരു സ്ഥലം അന്വേഷിച്ചു. അപ്പോഴാണ് ഭാഗ്യവശാൽ അവൻ ആ ഷെഡ് കണ്ടത്. അവൻ അങ്ങനെ അകത്തേക്ക് പോയി. ഒരു പക്ഷെ അന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നിരിക്കാം എന്നും ചിലർ പറയുന്നു. ഇതും ഒരു തിയറിയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ആ വസ്ത്രത്തിന്റെ നിറം എങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ, റേക്കറിനെ കാണാതായ അന്നത്തെ ദിവസം അവന്റെ മാതാപിതാക്കൾ വല്ലാത്ത പരിഭ്രാന്തിയിലും ഭയത്തിലുമായിരുന്നു. അതുകൊണ്ട് അവന്റെ വസ്ത്രത്തിന്റെ നിറം മറന്ന് മറ്റേതെങ്കിലും പറഞ്ഞിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഒരു കാര്യം, ഈ പറഞ്ഞതെല്ലാം തിയറീസ് മാത്രമാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം എന്ന് പറയപ്പെടുന്ന ചില ഊഹാപോഹങ്ങൾ. പക്ഷെ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. 3 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി ഒരു ഇരുണ്ട വനത്തിനുള്ളിൽ 4 കിലോമീറ്റർ നടന്നു. രാത്രി 15 ഡിഗ്രി തണുപ്പിൽ അവൻ താമസിച്ചു. 2 ദിവസം അവന് കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ ഇല്ലായിരുന്നു. അപ്പോൾ ആ 3 വയസ്സുള്ള കുട്ടി കാട്ടിൽ എങ്ങനെയാണ് അതിജീവിച്ചത്? ഇത് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ വളരെ അത്ഭുതകരമായും ഭയപ്പെടുത്തുന്നതുമാണ്. പക്ഷേ ഇത് ശരിക്കും സംഭവിച്ചു. അതുപോലെ തന്നെ ആ കുട്ടി ജീവനോടുകൂടി കണ്ടെത്തുകയും ചെയ്തു. ഇന്നുവരെയും എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ളത് ഒരു ദുരൂഹത തന്നെയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പുതിയ കാര്യമൊന്നും അല്ല. നമ്മുടെ ചാനൽ തന്നെ ഇതുപോലെ പല വീഡിയോസ് നമ്മൾ കണ്ടതാണ്. അന്നത്തെ ദിവസം സത്യത്തിൽ റേക്കറിന് എന്ത് സംഭവിച്ചു? ആ ദിവസം ഷെഡിൽ തന്നോടൊപ്പം മറ്റൊരാൾ ഉണ്ടായിരുന്നുവെന്ന് അവൻ എന്തുകൊണ്ട് പറഞ്ഞു? സത്യത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ ആ 2 ദിവസം അവൻ ആ കാടിനുള്ളിൽ എങ്ങനെ അതിജീവിച്ചു? ഇതെല്ലാം ഇന്നുവരെയും ഒരു ദുരൂഹത മാത്രം. സത്യത്തിൽ ഈ കേസിൽ എന്ത് സംഭവിച്ചിരിക്കാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.